പ്ലാറ്റർ ഓൺ റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്കയും മുതിരയും വെച്ച് ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ആദ്യം തന്നെ മുതിര വേവിച്ചെടുക്കണം. മുതിരയിൽ നിറയെ കല്ലുണ്ടാവും, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് മുതിര വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മുതിരയ്ക്ക് 2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുതിര മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ വരെ വേവിച്ചെടുക്കണം. മുതിര സോക്ക് ചെയ്ത് വെച്ച് തന്നെ വേവിച്ചെടുക്കണമെന്നില്ല, സോക്ക് ചെയ്യാതെയും നമുക്ക് വേവിച്ചെടുക്കാം. സോക്ക് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി വിസിൽ കൂടുതൽ അടുപ്പിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മുതിര മീഡിയം ഫ്ലെയിമിൽ 4 വിസിലോളം അടുപ്പിച്ച് പ്രഷർ കംപ്ലീറ്റ് റിലീസായതിനു ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മുതിര ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയും വേവിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 4 വിസിലിന് പകരം 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. സോക്ക് ചെയ്യാത്ത മുതിരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ വിസിൽ വേണ്ടി വരും. അതുപോലെ തന്നെ കുക്കറിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുമ്പോൾ വേവുന്ന കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെന്തിട്ടില്ല 4 വിസിലടിച്ചിട്ട് എങ്കിൽ വീണ്ടും വെള്ളം ഉണ്ടോ നോക്കിയിട്ട് വിസിലടുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇടിച്ചക്ക വേവിച്ചെടുക്കാം. ഒരു കുഞ്ഞ് ഇടിച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടിച്ചക്കയുടെ തൊലി ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് വൃത്തിയാക്കി എടുക്കണം. ഇതായിപ്പോൾ ഇടിച്ചക്കയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇടിച്ചക്കയിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. 2 വിസിൽ വന്ന് പ്രഷർ കംപ്ലീറ്റായി റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചക്ക ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തപ്പോൾ 4.5 കപ്പ് ഇടിച്ചക്ക എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഞാനതിൽ 3 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് തോരൻ മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സറിലേക്ക് 15 മുതൽ 20 വരെ ചെറിയ ഉള്ളി, വലുതാണെങ്കിൽ 15 എണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 20 എണ്ണം വരെയും ചെറിയ ഉള്ളി ആവാം. 2-3 വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ആവാം. 2 തണ്ട് കറിവേപ്പില, 18 എണ്ണം മുതൽ 20 എണ്ണം വരെ മുഴുവൻ മുളക് എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. എരിവൊക്കെ ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് മാറ്റം വരുത്തി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിത് ഉള്ളിയും മുളകും എല്ലാം കൂടി ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാക്സിമം ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഇല്ലാത്തവർ പിന്നെ സവോള എടുത്തോളൂ. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. 1 മുതൽ 2 മിനിറ്റ് വരെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 തണ്ട് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം. മുതിര കുറച്ച് വെള്ളത്തോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചെറുതായിട്ട് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇടിച്ചക്കയും മുതിരയും കൂടി നന്നായി ഒരു 3-4 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എനിക്കിവിടെ മൊത്തത്തിൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് 2 ടീസ്പൂണാണ്. ഞാൻ 1/2 ടീസ്പൂൺ മുതിര വേവിക്കുന്ന സമയത്തും 1/2 ടീസ്പൂൺ ഇടിച്ചക്ക വേവിക്കുന്ന സമയത്തും ചേർത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ മെഴുക്ക് പുരട്ടി നന്നായി ഒന്ന് വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് എന്നാൽ ചെറിയ തോതിലൊരു ജലാംശമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ചേർക്കാതെ മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. അതല്ല തോരൻ പോലെ ചെയ്യുന്നവർക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നാളികേരവും മുതിരയും ഇടിച്ചക്കയും എല്ലാം കൂടി നന്നായി യോജിച്ച് നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടും. ഇപ്പോൾ ദാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായി ഇതൊന്ന് അമർത്തി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത്
മറ്റൊരു സ്റ്റവിലേക്ക് മാറ്റി വയ്ക്കാം. വിളമ്പുന്നതിന് മുന്നേ ഇളക്കി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഞാൻ ബിനു, സൈനിങ് ഓഫ്.